നിങ്ങൾ സാമ്പാർ തയ്യാറാക്കിയിട്ട് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ രുചിയുള്ള പെർഫെക്റ്റ് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പ്രഷർ കുക്കറിലേക്ക് സോക്ക് ചെയ്ത തുവരപ്പരിപ്പ് ചേർത്ത് 4 വിസിൽ വരുന്നവരെ വേവിച്ച് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ റോസ്റ്റ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയും കൂടെ കായം പൊടിയും ചേർത്ത് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. 4-5 വെണ്ടക്കയും എണ്ണയിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കർ തുറന്ന് അതിലേക്ക് ക്യാരറ്റ്, മത്തൻ, കുമ്പളങ്ങ, ചേന ചെറുതായിട്ട് കട്ട് ചെയ്തതും, ചെറിയുള്ളി, പച്ചമുളക്, പയർ, വെളുത്തുള്ളി അല്ലി കൂടെ റോസ്റ്റ് ചെയ്ത മസാലയും വെള്ളവും ഉപ്പും അല്പം പുളിവെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെറും 5 മിനിറ്റ് സമയം മാത്രം വെച്ച് പ്രഷറൊക്കെ റിമൂവ് ചെയ്യുക. ഇനി വെണ്ടക്ക എണ്ണയോട് കൂടി ചേർക്കാം. കൂടെ തക്കാളി, മുരിങ്ങക്ക, വഴുതനങ്ങ കട്ട് ചെയ്തതും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് സാമ്പാർ ഈ ഒരു പരുവത്തിലാവുന്നവരെ വേവിക്കുക. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. വറവ് തയ്യാറാക്കാൻ പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അല്പം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് സാമ്പാറിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ കുറച്ച് കായം പൊടിയും ഉലുവാപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വറവ് സാമ്പാറിലേക്ക് ചേർത്ത് കുറച്ച് സമയം വെച്ച് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാം.